ഞാൻ അവനെ കാത്തിരിക്കും. ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. ദൈവങ്ങളെ പറയാൻ പറ്റുമോ? അങ്ങനെ ദൈവത്തിന്റെ എല്ലാ നന്മകളെ എടുത്തു കളഞ്ഞാലും കർത്താവ് നിനക്ക് പ്രതികൂലമായി തീർന്നാലും നീ പറയണം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഞാൻ അവന്റെ മുമ്പിൽ എന്റെ നടപ്പ് തെളിയിക്കും. ഇതാകട്ടെ ഒരു ഭക്തന്റെ സ്വഭാവം, ഇതാകട്ടെ ഒരു ഭക്തന്റെ ചിന്ത. ദൈവങ്ങളെ, ഞാൻ നിങ്ങളുടെ നടുവിലായിരുന്നപ്പോഴൊക്കെ യേശുവുമായി നിങ്ങളെ ബന്ധപ്പെടുത്തുവാൻ എന്നാൽ ആവോളം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃകയായി എന്ന് പലപ്പോഴും എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും, കാരണം പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾ എന്റെ അധികാരികളാകാൻ പറയാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പലയിടത്തും പോയിച്ചിട്ടുണ്ട്, അല്ലേ? പലരെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ എന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃകയാക്കി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നു. കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ കർത്താവിനെ ആരാധിക്കണം എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കുകയും ആ ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്നും അവന്റെ അപ്രമേയത്വം നിങ്ങളിൽ എന്താണെന്നും നിങ്ങൾക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഞാൻ രോഗിയായി വീണപ്പോൾ പിശാച് എന്നോട് ശക്തമായി ഇടപെടാൻ തുടങ്ങി. എന്നെ കർത്താവിൽ നിന്ന് അകറ്റി കളഞ്ഞിട്ട് എന്നെ ഈ ഭൂമിയിൽ നിന്ന് കൊന്നു മുടിക്കാൻ. കാരണം ഞാൻ ഇവരെ തള്ളി പറഞ്ഞാൽ ആ നിമിഷം ഞാൻ മരിക്കും, അത് ഉറപ്പാണ്. ഞാൻ കർത്താവിനെ തള്ളി പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കൈവിട്ടാൽ നിശ്ചയമായിട്ട് ഞാൻ മരിക്കും. സാത്താന്റെ ആഗ്രഹം അതായിരുന്നു, എന്നെ കൊല്ലുക എന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വ്യക്തമായി ഇടപെട്ടു. നിനക്ക് മരിക്കേണ്ടി വന്നാലും നിനക്കൊരു നഷ്ടബോധവുമില്ല, കാരണം നിന്റെ ആത്മാവ് എന്റെ കയ്യിലുണ്ട്. അത് എന്നിൽ, ഞാൻ അതിനെ എത്തിക്കേണ്ടത് എത്തിക്കും. ഇനി ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട, എന്തായാലും ഇതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് അവിടെ എന്നും ആ വെളിപ്പാട് എന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, മരണമെങ്കിൽ മരണം. ഇന്ന് ഞാൻ പറയുക, ഞാൻ എന്നെ കാണാൻ വരുന്നവരൊക്കെ പറയും പാസ്റ്റർ രോഗമുണ്ടെന്ന് ആരും പറയത്തില്ല. കാരണം രോഗമുള്ളവന്റെ ഒരു ഭയവും പാസ്റ്ററിനില്ല. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്നെ കാണാൻ വന്നു. അപ്പൊ അതിനോട് വിശ്വാസിയും വന്നു. ഈ പാസ്റ്ററിനോട് ഈ വിശ്വാസി ചോദിച്ചു, ഈ പാസ്റ്റർ എന്നാ ടീച്ചറിനെ ഞാൻ വന്നേ ചോദിച്ചു. ഒരാ പാസ്റ്റർ എല്ലാം പറഞ്ഞ് ക്യാൻസർ ആണ്. അയ്യോ പോയെന്ന് പറഞ്ഞ സ്വോത്രം പോയത്. ആ പുള്ളി പറയാം എല്ലാവരും പോകാതെ സ്വോത്രം. ദൈവങ്ങളെ, അവിടെ ഞാൻ മനസ്സുകൊണ്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. മരണം എനിക്ക് ഭയമില്ലാതെയായി മാറി. മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. ഇന്ന് മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം ക്രിസ്തുവിന് വേണ്ടി അധ്വാനിച്ചവന് ഭയമില്ല. ക്രിസ്തുവിന് വേണ്ടി നീതിയോടെ ജീവിച്ചവൻ ഒരു ഭയവുമില്ല മരിക്കാൻ. കാരണം അവനെ മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല കർത്താവിന്റെ മക്കളെ. കാരണം അവന് സന്തോഷമാണ്. പൗലോസ് പറഞ്ഞാ, എന്നെ കർത്താവ് ഏറ്റവും അവസാനമായി തോന്നിപ്പിച്ച ഒരു ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ കർത്താവ് ശരണപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുക. വേറെ ഒന്ന് രണ്ട് പേര് തള്ളി പറഞ്ഞതും കൂടെ ദൈവാത്മാവിനോട് പറയണമെന്ന് പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് അവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നമുക്ക് ഒറ്റ വാക്യം കൂടെ വായിക്കാം. ഞാൻ അവസാനമായി സാധാരണ പറഞ്ഞ ഒരു കാര്യം വായിച്ചേ. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20 തൊട്ട് 22 വരെയുള്ള വാക്യം വായിച്ചാൽ. ശരീരത്തിന്റെ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്നെ പോലെ ഇപ്പോഴും മങ്ങിയപ്പെടുത്തുള്ളൂ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നതും ക്രിസ്തു മരിക്കുന്നതും ലാഭവുമാകുന്നു. ആ വാക്യം ശ്രദ്ധിച്ച് വായിക്കണമേ. നിർത്തി വായിച്ചു. പൗലോസ് പറയുന്നത്, യൗവനക്കാരനായ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കാരാഗ്രഹ ലേഖനമായി ചമച്ച ഫിലിപ്പിയ ലേഖനം അദ്ദേഹം എഴുതി സ്റ്റാർട്ട് ചെയ്തിട്ട് 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുക, വായിച്ചാട്ടെ, ഒന്നുകൂടെ വായിച്ചു. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യവും പൂണ്ട് ക്രിസ്തുയേശുവിൽ എന്റെ ശരീരത്തിങ്കൽ ജീവനാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പിശാച് പരാജയപ്പെട്ടു. ഞാൻ ഈ വാക്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പിശാചേ, കർത്താവിന്റെ ദാസനായ പൗലോസ് പറഞ്ഞ ആ വാക്യത്തെ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. മരണമാകട്ടെ ജീവനാകട്ടെ എന്നിൽ എങ്ങനെ വന്നാലും അവിടെയൊക്കെ എന്റെ ശരീരം കൊണ്ടോ എന്റെ ഹൃദയം കൊണ്ടോ ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയുള്ളൂ, പ്രശംസ കൊടുക്കുകയുള്ളൂ. ഞാൻ അവരെ തള്ളി പറയത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ, പിശാച് പ്രതികൂലം കൊണ്ടുവരുമ്പോൾ നീ പിറുപിറുക്കരുത്. ദൈവം നിന്നെ വിട്ടുമാറാൻ ഇടവരരുത്.
അവന്റെ ആത്മാവ് നിനക്ക് വ്യസനമായി തീരാനിടവരരുത്, അവന്റെ ആത്മാവ് ദുഃഖിക്കാനിടവരരുത്. കാരണം നിന്റെ വായിലെ വാക്ക് നിമിത്തം നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ദുഃഖിക്കാനിടവരരുത്. അവിടെ നീ ഇങ്ങനെ പറയണം, മരണം കൊണ്ടാകട്ടെ ജീവനാകട്ടെ ഞാൻ ക്രിസ്തുവിൽ എന്റെ ശരീരം കൊണ്ട് ഞാൻ അവനെ മഹിമപ്പെടുത്തുകയുള്ളൂ. ഞാൻ ഒരിക്കലും അവനെ തള്ളി പറയത്തില്ല. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തെ വിട്ട് മാറാനല്ല, ദൈവത്തെ വിട്ട് മറന്നു പോകാനല്ല, അവൻ നമുക്ക് ചെയ്ത 100 നന്മകളെ ഇരിക്കെ ഒരു തിന്മ വരുമ്പോൾ നീയും ഞാനും പിശാച് പറയും, തള്ളി പറയാൻ പറയും അല്ലേ? എന്നോട് ചിലത് പറഞ്ഞു, എന്നാലും ക്യാൻസർ വന്നില്ലേ? ദൈവമക്കളെ, നമുക്ക് ഇഷ്ടമുള്ള നമ്മളാണ് ജോലി പഠിക്കുന്നത്. ജനിച്ച പ്രകാരമാണോ? ആണോ? നമ്മൾ ജനിച്ച പ്രകാരമാണോ? അല്ല. നാം പിണ്ണാകാരമായിരുന്നപ്പോൾ അവൻ നമ്മെ കണ്ടു. നാം ഒന്നുമില്ലാതിരുന്നപ്പോൾ അവൻ നമ്മെ നാമായി ഉണ്ടാക്കി അല്ലേ? നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ അവൻ നമ്മെ ചമച്ചു. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തോടു കൂടിയല്ല ഈ രൂപം എനിക്ക് ലഭിച്ചത്. എന്റെ ഇഷ്ടമാണോ? ഇനി ഒരാള് ആഫ്രിക്കാരനായിട്ട് ജനിക്കുന്ന അവന്റെ ഇഷ്ടമാണോ? ഇനി ഒരുത്തൻ മരിക്കുന്നത് അങ്ങനെ തന്നെ. അവന് തെരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ തെരഞ്ഞെടുക്കുന്നതാണ് ആത്മഹത്യ അല്ലേ? അവൻ എവിടെ കൂടും? അവൻ നാശയോഗ്യനാണ്. അത് കർത്താവ് വെളിപ്പെടുത്തി ആരില്ല, യൂതയിലാണ്. അവൻ പോയി കെട്ടി ഞാണ് ചത്തു. അവൻ അവിടെ നിന്ന് കൂട്ടി താഴെ വീണു. അവന്റെ കുടല് തെളിച്ചു പോയെന്നാണ് വായിക്കുന്നത്. അപ്പൊ അവൻ നാശയോഗ്യനാണെന്ന് വേണം പറയുന്നത്. എന്നാൽ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, എങ്ങനെ ജനിക്കണമെന്ന് അവന്റെ ഇഷ്ടമല്ല, അത് സ്വർഗത്തിലെ അപ്പന്റെ ഇഷ്ടമാണ്. ഏത് രോഗം വന്നിട്ട് എനിക്ക് മരിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയരുത്. ഞാനിപ്പോഴും പറയാറുണ്ട്, കർത്താവേ ഈ അറ്റാക്ക് കൊണ്ട് മരിക്കുന്നവർ നല്ല മരണമായി അല്ലേ? ഒരിക്കലും സ്റ്റേജിൽ ഒരു മാസ്റ്റർ അദ്ദേഹം കുഴഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടു. ഞാൻ ഓർത്ത് ദൈവമേ, ഇവിടെ ഞാൻ വീണ്ടാണെന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ പ്രസംഗം വിളിക്കുമ്പോൾ ഞാൻ താഴെ വീണ് മരിക്കണം. അപ്പൊ എന്റെ ആഗ്രഹം എന്തായിരുന്നു? അറ്റാക്ക് വന്ന് മരിക്കുന്നതായിരുന്നു. ഒരു കർത്താവ് പറഞ്ഞു, അങ്ങനെ മരിക്കണ്ട, നിന്റെ ഇഷ്ടത്തോളം മരണം വേണ്ട, ഞാനൊന്ന് വരും, അതുകൊണ്ട് സന്തോഷപ്പെടാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ 3.5 വർഷമായിട്ട് എന്റെ ശരീരത്തിൽ ഒരു ക്യാൻസർ കേടി കൂടിയത് ഞാൻ അറിഞ്ഞു. ദൈവങ്ങളെ, ഞാനിത് പറയുന്നതിന്റെ കാരണം ദൈവത്തെ ആരാധിക്കാൻ മടിയുള്ള സഹോദരന്മാരെ, ദൈവത്തെ ആരാധിക്കാൻ മടിയുള്ള സഹോദരിമാരെ, നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇന്ന് നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തളങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ നിങ്ങളായിരിക്കുന്നു. കൃപയോട് നിന്ന് ഞാൻ അറിഞ്ഞില്ല എന്റെ അകത്തളങ്ങളിൽ വ്യാപരിച്ചത് ഒരു ക്യാൻസർ രോഗമാണ്. അത് അവിടെ വളരുന്നുണ്ട്. അട്ടലിൽ വളർന്ന് അത് പൊട്ടു വീണപ്പോഴാണ് ഞാൻ സഹിക്കാൻ വയ്യാത്ത വേദനയിൽ ആറാടിയതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കാണിച്ച വൈദ്യന്മാരെ പറഞ്ഞു എനിക്ക് വാദമാണ്. ഇവിടെ മാറി ഞാൻ ഡോക്ടർമാരെ കാണിച്ചു, വൈദ്യന്മാരെ കാണിച്ചു, ഭയങ്കര വാദമാണെന്ന് അവർ പറഞ്ഞു. വാദമൊക്കെ പിന്നെ നമ്മൾ സഹിക്കാൻ പറ്റുന്നത് ഞാൻ വലിയ അനുഭവമില്ല. പക്ഷെ ക്യാൻസർ ആണെന്ന് അറിയുന്നത് 3.5 വർഷത്തിന് ശേഷമാണ്. നാം ആയിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മളെ ഉണ്ടാക്കിയ സംവിധാനമാണ്. നിന്റെ അകത്തളങ്ങളിൽ നീ പുറമെ നീ നല്ല പോളിഷ് ചെയ്ത് നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായി നല്ല സാരിയും വസ്ത്രമൊക്കെ ധരിച്ചു നടക്കുമ്പോൾ ആൾക്കാർ പറയും അവൻ യോഗ്യനാണെന്ന് പറയും അല്ലേ? നീ ചിന്തിക്കും ഇല്ലേ? കാണാനൊക്കെ പോയി നോക്കിയിട്ട് നീ പറയും ഞാൻ യോഗ്യനാണ്, ഇന്നത്തെ കാലം ഇച്ചിരി കൂടെ മണമൊക്കെ വന്നിട്ടുണ്ട്, ഇച്ചിരി കൂടെ സൗന്ദര്യം വെച്ചിട്ടുണ്ടെന്ന് നീ പറയുമ്പോൾ ഓർത്തു നിന്റെ അകത്തളങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നീ അറിയുന്നില്ല കേട്ടോ. നിന്റെ അകത്തിരിക്കുന്ന രോഗം എന്താണെന്ന് നീ അറിയുന്നില്ല. നിന്റെ അകത്ത് കൂടിയിരിക്കുന്ന പ്രതികൂലം എന്താണെന്ന് നീ അറിയുന്നില്ല. ആ സംവിധാനമാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഡോക്ടർക്ക് പോലും മെഡിസിൻ പഠിച്ച എം ഡി എടുത്ത അല്ലെങ്കിൽ PhD എടുത്ത ഒരു ഡോക്ടർക്ക് പോലും പറയാൻ പറ്റത്തില്ല നിന്റെ അകത്തളങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്നോ. എന്നാൽ ഇന്ന് മിഷണറിയുടെ സഹായത്തോടുകൂടെ ദിശയിലൂടെ കയറി നീ പോകുമ്പോൾ ആ പ്രോസസിംഗ് നടക്കുമ്പോഴാ നിന്റെ അകത്തളങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുള്ളൂ. ദൈവങ്ങളെ, മനുഷ്യൻ കാണുന്ന പോലെ അല്ല കേട്ടോ അവന്റെ ജീവിതവും അവന്റെ ഓരോ ദിവസത്തിലെ പോക്കും ഇതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയാതെ, ലഭിക്കുന്ന സമയം കർത്താവിനെ കൊടുക്കാതെ നീ മുന്നോട്ട് യാത്ര ചെയ്താൽ മരണക്കിടക്കയിൽ നഷ്ടബോധമല്ലാതെ മറ്റൊന്നും ഉണ്ടാവത്തില്ല. എനിക്ക് ഒരു നഷ്ടബോധമില്ല. ഞാൻ മരണക്കിടക്കകൾ കൊണ്ടും പറഞ്ഞു മരിക്കാൻ ഞാൻ ഇന്ന് റെഡിയാ. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇന്ന് മരിച്ചാൽ സ്വർഗ്ഗത്തിലായിരിക്കും. ആ ബോധ്യം നമുക്ക് ഉണ്ടോ ദൈവങ്ങളെ? ഇവിടെ സഹോദരന്മാരെ ആ ബോധ്യം നിങ്ങൾക്കുണ്ടോ? കഴിഞ്ഞ 10-12 വർഷമായി കർത്താവിനെ അറിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടെങ്കിൽ, ഇന്ന് ഞാൻ മരിച്ച സ്വർഗ്ഗത്തിൽ പോകുന്നതോ നഷ്ടബോധം ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ ആത്മീയ ജീവിതം പരാജയമാണ്.
ഇവിടെ പല നേതാക്കന്മാര്, സംഘടനാ നേതാക്കന്മാര് വോട്ട് പിടിച്ച് രാഷ്ട്രീയം കളിച്ച് അടിയുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വാഴുമ്പോൾ അവരറിയുന്നില്ല അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് എന്താണെന്ന്. ഒരിക്കൽ അവന്മാര് മരണങ്ങളെ കളകും അല്ലേ? ഒരിക്കൽ അവന്മാര് മരണത്തിൽ ഇളകെ വരുമ്പോൾ അവന്മാർക്ക് നഷ്ടബോധമായിരിക്കും. കാരണം സംസാരിക്കാൻ ആരുമില്ല. കർത്താവിന്റെ ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ഇടപെടും അല്ലേ? പ്രതികൂല സാഹചര്യങ്ങൾ എന്നെ ധൈര്യവാനാക്കി. ഒരു ക്യാൻസർ രോഗി ഒരിക്കലും ധൈര്യവാനാകത്തില്ല. നിങ്ങൾ ഓർത്തോ, ഒരു ക്യാൻസർ രോഗിയുടെ ഭയമായിരിക്കും അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. ഞാൻ അവിടെ ഒത്തിരി പേരെ കണ്ടുകൊണ്ടേ ഞാൻ പറയുന്നത്, അവരുടെ ഉള്ളിൽ ഭയമാണ്. ഞാൻ നാളെ എന്താകും, മരിച്ചു പോകുന്നുള്ള ഭയം. പക്ഷെ ആ ഭയത്തിൽ നിന്നും നമ്മളെ ദൈവാത്മാവാണ് എന്ത് ചെയ്യുന്നത്? ആ ഭയത്തെ എടുത്ത് മാറ്റുന്നത്. ഞാൻ ആദ്യം ഭയപ്പെട്ടു പോയി, മാനസികമായി ഞാൻ ഒന്നാം ദിവസം ഭയപ്പെട്ടു പോയി. അയ്യോ, എന്റെ ഭാര്യയുടെ മുഖം നോക്കുമ്പോ എന്റെ ഭാര്യ എങ്ങനെ എവിടെ പോയി കിടക്കും. എന്റെ ഇളയ മോന്റെ മുഖം നോക്കിയപ്പോ ഞാൻ പേടിച്ചു പോയി. പക്ഷെ ആ ഒറ്റ രാത്രി എന്റെ അപ്പൻ എന്നോട് ഇടപെട്ടു. ആ ഇടപെടൽ എന്റെ ഉള്ളിൽ വചനമായി വെളിപ്പെട്ടു. എന്നോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, നിന്റെ കൂടെ ഞാനുണ്ട്. ആ ഒറ്റ വാക്കിൽ ഇന്നും ഞാൻ ധൈര്യപ്പെട്ട. ഇന്നും എന്റെ ഭാര്യ മാസം എന്റെ പറയാൻ നടക്കുക. ഞാൻ ഇന്ന് രാവിലെ പോയി വെള്ളം പോയി ഒഴിച്ചപ്പോ അവള് പല പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കാത്തതുകൊണ്ട് മോനെ പറഞ്ഞു വിട്ടു, വെള്ളം പോരെന്ന് പറയാം. കാരണം എനിക്കൊന്നിനും ഭയമില്ല. മരിക്കേണ്ട വന്നാലും ഇന്ന് ഈ പ്രസംഗം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ കർത്താവ് എന്നെ വിളിക്കുകയാണെങ്കിൽ സന്തോഷമേ എനിക്കുള്ളൂ. കാരണം എനിക്കറിയാം ക്യാൻസർ ഒരിക്കലും ഭേദമാകുന്ന രോഗമല്ല. ഇന്നലെ നാളെ ഞാൻ മരണത്തിന് കീഴ്പ്പെടും. 14 ലക്ഷം രൂപ മുടക്കി ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാൻ ഇന്നലെ എന്റെ മോനും കൂടെ എന്നോട് ചോദിച്ചു, ആരെങ്കിലും പൈസ തന്നാൽ പപ്പ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തില്ല, ട്രാൻസ്പ്ലാന്റിന് ഞാനില്ല. കാരണം അങ്ങനെ ജീവൻ നിർത്താൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ പ്രസംഗിച്ചത് ഹിസ്കിയാവിനെ കുറിച്ചാണെങ്കിൽ ഞാൻ സൗഖ്യമായെന്ന് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞെങ്കിൽ എനിക്ക് ക്യാൻസർ രോഗമാണെന്നും ഞാൻ സൗഖ്യമാകുമെന്നും ദൈവം എന്നോട് സംസാരിച്ചാണെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്തട്ടെ. ഈ കീമോ കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയ്ക്ക് ഞാൻ പോകുന്നില്ല. കാരണം ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് നമ്മൾ യൂട്യൂബ് അടിച്ചു കഴിഞ്ഞാൽ കാണും. ഇവിടെ കുറിച്ച് ഇവിടെ കുറെ കുറിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് കയറ്റി ശുദ്ധീകരിക്കില്ല. അതിനു മുമ്പ് കുറെ പ്രോസസ്സിംഗ് ഉണ്ട്. 5 ദിവസം കൂടുതൽ ശാന്തിരമായിട്ട് കിടക്കും. അന്ന് പെണ്ണുങ്ങളെ ആക്കത്തില്ല, ആണുങ്ങളെ ആക്കില്ല. അങ്ങനെ മരിക്കുന്നവരുണ്ട്. എന്തിനാണ് വെറുതെ അങ്ങനെ മരിക്കുന്നത്? മാന്യമായിട്ട് മരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിന് പോയില്ലെന്ന് പറഞ്ഞു. ആ കാര്യം ചെയ്തിട്ടില്ല. കീമോ അടിച്ച് ആലയത്തിലോട്ട് വരും. കർത്താവ് എന്നെ എത്ര ദിവസം നിർത്തുന്നോ അത്ര ദിവസം നിങ്ങളുടെ കൂടെ നിൽക്കും. അത് കഴിഞ്ഞ് വിട പറഞ്ഞ് പോകാനാണെങ്കിൽ വിട പറഞ്ഞ് പോകും. ദൈവങ്ങളെ, മരണത്തെ എനിക്ക് ഭയമില്ല. കാരണം ഇവിടത്തെക്കാൾ എത്രയോ മഹനീയമാണ് അവിടെ. അത് ആത്മാവിൽ കണ്ടറിഞ്ഞവൻ ഇവിടെ നിൽക്കാൻ ഇഷ്ടപ്പെടത്തില്ല. ഇവൻ അവിടെ നിൽക്കാൻ ഇഷ്ടപ്പെടും. അവിടെ നിൽക്കുന്നതല്ലേ അഭികാമ്യം. ഞാൻ ഇന്നും ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും പ്രസംഗിക്കുകയും ചെയ്യുന്ന യേശുവിന്റെ പൊന്മുഖം കുറച്ചും കൂടെ നേരത്തെ പോയി കാണുവാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഭാഗ്യവാനാകാൻ. അതുകൊണ്ട് ഞാൻ മരണത്തെ ഒട്ടും ഭയപ്പെടുന്നില്ല. എനിക്ക് നിങ്ങളെ ധൈര്യപ്പെടുത്താനുള്ളത്, പ്രതികൂലം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ദൈവത്തെ തള്ളി പറയരുത്. നിങ്ങൾക്ക് അവൻ ദോഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. മക്കളെ, എന്റെ ജീവിതത്തിലും അവൻ ദോഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവൻ നന്മയായിട്ട് മാത്രമേ എനിക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ നഷ്ടബോധത്തോടല്ല മരിക്കുന്നത്. ഞാൻ മരിക്കുന്നത് സന്തോഷവാനായിട്ടാണ്. കാരണം എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. ഇവിടെ രാഷ്ട്രീയം കളിച്ച്, ഇവിടെ അടിയുണ്ടാക്കി, ഇവിടെ പണം ഉണ്ടാക്കി, ധൂർത്തടിച്ച് കുറെ ദിവസന്മാരെന്ന് പേരുള്ളവന്മാർ കളിക്കുമ്പോൾ അവിടെ ഒന്നും ഞാൻ അതിന്റെ പുറകെ പോയില്ല. അതിനൊക്കെ ഞാൻ മനസ്സുകൊണ്ട് എതിർക്കുകയും മനസ്സുകൊണ്ട് ഞാൻ അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. ഞാൻ എന്റെ യേശുവിനെ പ്രസാദിപ്പിക്കാൻ ഓടി. അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്. അവന്റെ കൂടെ ആയിരിക്കാൻ എനിക്ക് കഴിയും. കർത്താവിന്റെ മക്കളെ, ഈ സഭയോട് ഞാൻ പറയട്ടെ, ഇനി ഞാൻ പ്രസംഗിക്കാൻ വന്നില്ലെങ്കിൽ, നിങ്ങളുടെ നാളിൽ നിന്നില്ലെങ്കിൽ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്രിസ്തുവിൽ ബലപ്പെടുക, ധൈര്യപ്പെടുക, അവന് വേണ്ടി ജീവിക്കുക. അവൻ നിങ്ങൾക്ക് ദോഷമായി എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരിക്കലും ദോഷമായിട്ട് അവൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ എന്റെ സ്വർഗീയ അവൻ പ്രവർത്തിക്കുന്നുള്ളൂ. നിങ്ങളെ ഒരുക്കിയെടുക്കുവാൻ ചില കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ തകർന്നു പോകരുത്. ആ കഷ്ടങ്ങളിലും നിങ്ങൾ കർത്താവിനെ ശക്തമായി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അവിടെയാണ്
ദൈവം നിങ്ങളെ തികഞ്ഞവനായി കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ആ പൗലോസ് വായിച്ച വാക്യത്തിലേക്ക് ഒന്നും കൂടെ വന്നതിന് ശേഷം ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുക. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. തുടർന്ന് കർത്താവ് അനുവദിച്ചാൽ 29-ാം തീയതി, 30-ാം തീയതി, 31-ാം തീയതി നമ്മൾ ഉപവാസ പ്രാർത്ഥനയാണ്. ആ ദിവസങ്ങളിൽ വചനമായി ഞാൻ നിൽപ്പാൻ കർത്താവിൽ ശരണപ്പെടുക. ഇന്ന് എന്റെ സാക്ഷ്യമാണ് നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നത്. കാരണം ഒരിക്കലും നിങ്ങൾ കാണുന്ന ഒരു പാസ്റ്റർ അല്ല ഞാൻ. നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ നഷ്ടബോധമുള്ളവനാണ്. അയ്യോ പാസ്റ്റർ ക്യാൻസർ ആയിപ്പോയി, ഇത്രയൊക്കെ ആയിട്ടും പാസ്റ്റർക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത അബദ്ധമാണ്. മരിക്കേണ്ടത് ഏത് സമയത്ത് കർത്താവ് വിളിച്ചാൽ പോയേ പറ്റൂ. അതുകൊണ്ട് എങ്ങനെ മരിച്ചാലും ക്രിസ്തുവിന് മഹത്വം ഉണ്ടാകണം. അതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ക്രിസ്തുവിൽ നമ്മൾ ശക്തമായി മുന്നേറണം. കർത്താവിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. നമ്മുടെ രോഗങ്ങളോ ഭാരങ്ങളോ ഒന്നും നമ്മൾ കർത്താവിനെ പിടിമുറുക്കാൻ ഇടവരരുത്. നമ്മൾ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കണം. പിശാചിനോട് വചനത്തോട് നമ്മൾ ഇടപെടണം. അല്ലേ? വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ വചനത്തിലൂടെ നമ്മൾ അവനോട് ഇടപെടണം. അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. അവൻ തോക്കും ഉറപ്പാ. അല്ലേ? യാക്കോബ് പറഞ്ഞ കർത്താവിനോട് അടുത്തു വരുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. അടുത്ത വഴി എന്നാ? പിശാച് ഓടിപ്പോകും. അവൻ ഓടി രക്ഷപ്പെടും. ഈ ഐസ്വീലിൽ 1-ാം ദിവസം അവൻ ഓടി രക്ഷപ്പെട്ടു. ഞാൻ വ്യക്തമായി അറിഞ്ഞു. 1-ാം ദിവസം അവൻ ഓടി രക്ഷപ്പെടും. ഐസ്വീൽ കിടന്ന് എന്നോട് പോരാടിയ പിശാച് വചനമായി ഞാൻ കർത്താവിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ, വചനം എന്റെ അടുത്തേക്ക് വന്നപ്പോൾ പിശാച് ഓടി രക്ഷപ്പെട്ടു. ഇന്ന് വരെ എന്റെ മനസ്സിൽ ഒരു നഷ്ടബോധം കൊണ്ടുവരാൻ പിശാചിന് കഴിയത്തില്ല മക്കളെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ക്രിസ്തുവിനെ ആഴമായി അറിഞ്ഞ വ്യക്തിയാണെങ്കിൽ, അവന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പിശാച് നമ്മളെ തോറ്റു പോവുകയുള്ളൂ. അവൻ ഓടി രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാല നിയമങ്ങളെ ആ വാക്യം ഒന്നുകൂടെ വായിച്ചാണ്. 20-21 വായിച്ചു. അങ്ങനെ ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ ഒരു കാര്യത്തിൽ ലജ്ജിച്ചു പോകരുത്. പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും. മരണത്തിന്റെ താഴ്വരെ വന്നാലും എന്ത് ചെയ്യണം? ക്രിസ്തുവിന് മഹിമ കൊടുക്കണം. അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. രോഗം വന്നാലും, സഹോദരിമാരെ, പ്രശ്നങ്ങൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും ക്രിസ്തുവിന് മഹത്വം കൊടുക്കണം. അല്ലാതെ മടി പിടിച്ച് വീട്ടിൽ ഇരിക്കരുത്. ഭൂമി ചിന്നു മടി വീഴും. മടി പിടിച്ച് പറഞ്ഞിരിക്കില്ല മക്കളെ. നിങ്ങൾ ചുമന്ന ശരീരത്തിൽ നിങ്ങൾക്ക് എന്താ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. 48 വയസ്സ് വരെ ചുമ നടന്നതോ, കഴിഞ്ഞ 4 വർഷം ചുമ നടന്നതോ ഒരു ക്യാൻസറിനാണെന്ന് ഞാൻ അറിഞ്ഞതോ എവിടെ പോയപ്പോഴാ? അവിടെ പോയപ്പോഴാ അല്ലേ? അന്ന് ഞാൻ ഓർത്ത് ഞാൻ ആള് ഭയങ്കര ശക്തനാണ്, എന്നാൽ രോഗമൊന്നും വരികയല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ കണ്ണൂരിലെ കുരിയം പാസ്റ്റർ എന്നെ കണ്ടപ്പോൾ വണ്ടി ചവിട്ടി. നമ്മുടെ ശിവസാറിന്റെ വർത്താനം കൊണ്ടല്ലോ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക് പിന്നെയും എന്നെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർമാരോടെല്ലാം ഞാൻ സാക്ഷ്യമായിട്ട് പാസ്റ്ററെ കുറിച്ച് പറഞ്ഞത്, ഞങ്ങളുടെ കൂട്ടത്തിൽ സൗന്ദര്യവും ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു പാസ്റ്റർ എന്നെ പോലെ ഇല്ല. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്റർ വേറെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴേ എന്റെ ഉള്ളിൽ പിശാച് പറയാം, അപ്പൊ നിനക്ക് ഹൈറ്റും വെയിറ്റും സൗന്ദര്യമൊക്കെ ഉണ്ടല്ലേ? അപ്പൊ എന്നോട് കർത്താവ് പറയാ, ഇത് പുഴു പോലെ പോകും അല്ലേ? അപ്പൊ എന്നെ കണ്ട് കുറെ പേര് പറഞ്ഞു, ഇവിടെ കത്ത് പോയത് മാസ്റ്റർ, ഇവിടെ കത്ത് പോയി. കാരണം സൗന്ദര്യമൊക്കെ പുഴു പോലെ ലഭിക്കുന്ന മക്കളെ. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നത് ഒന്നും ശാശ്വതമല്ല. ഒരു രോഗം വന്നാൽ തീരാനേ ഉള്ളൂ. 92 കിലോ വെയിറ്റുള്ള ഞാൻ 74 കിലോ ആയി. ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്, ഇങ്ങനെ നടന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ നടന്നത് കാര്യം. കാരണം ഇവിടെ മറ്റൊക്കെ തീർത്തു. അതിപ്പോ നേരെ ആക്കിയത് കർത്താവിന്റെ കൃപയാണ്. ഇത്ര പെട്ടെന്ന് നേരെ ആകില്ല. 6ാമത്തെ കീമോയ്ക്കൊന്നും നേരെ ആകില്ല. അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിന്റെ ആരോഗ്യമോ ഈ സൗന്ദര്യമോ ഒന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഉടയവൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഉടയവൻ വസിക്കാതെ നീ നിന്റെ സമയങ്ങൾ മുഴുവൻ ഈ ഭൂമിയിലെ നശ്വരമായ നന്മയ്ക്ക് വേണ്ടിയാണ് ഓടുന്നെങ്കിൽ, ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന ഉണ്ടായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് വരാതെ നന്മ പ്രാപിക്കാനാണ് നീ ഓടുന്നെങ്കിൽ ഓർത്തോ, ഒരിക്കൽ നീ ദുഃഖിക്കേണ്ട വരും. ഞാൻ എനിക്ക് ലഭിച്ച സമയം 19 വർഷം, കർത്താവിന്റെ വേറെ 19 വർഷമായി ഇറങ്ങിയിട്ട്
ഇതുവരെ തുണിയുണ്ടായിട്ടില്ല, ഒരിടത്തും അടങ്ങിയിരിക്കാൻ കർത്താവ് എന്നെ ഇടവരുത്തിയിട്ടില്ല. എവിടെ ലഭിക്കുന്നോ അവിടെ ക്രിസ്തുവിന് വേണ്ടി മരണക്കടക്കെ കളഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് അവരുടെ വേണ്ടി 4 ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ വീട്ടിൽ ചാൻസ് തരണമെന്ന് പ്രാർത്ഥിച്ചു. അവിടെ തന്നെ ചാൻസ് കിട്ടി. ആ 4 പേരെ ഒരുക്കിയെടുക്കുക. നാളെ ഞാൻ മൺമറഞ്ഞു പോയാലും അവസാനം എന്റെ ശ്വാസം നിലയ്ക്കുന്ന ഞാൻ ആദ്യം പ്രസംഗിക്കുമ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞാൽ നിൽക്കുന്നു. പ്രസംഗിക്കുമ്പോൾ എനിക്ക് ചുമ വന്നുകൊണ്ടിരിക്കുക. ചുമയെന്ന് പറഞ്ഞാൽ അങ്ങേറ്റ ചുമ, ഒരു വാക്ക് പറയുമ്പോൾ ചുമയ്ക്കുക. പക്ഷേ അവരുടെ ഇടയിൽ ഞാൻ പിന്നെയും കർത്താവ് പ്രസംഗിക്കുക. ആണ് എന്റെ ആഗ്രഹം. ആ ഒരു ആത്മാവ് ലോകത്തെക്കാൾ വിലയുണ്ട്. മരിക്കേണ്ടി വന്നാലും ഒരാത്മാവിനെ കർത്താവെ എന്നാൽ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു പോയാൽ അവിടെയും എനിക്ക് ഒരു പ്രശംസയുണ്ട്, അവിടെയും എനിക്ക് ഒരുപാടുണ്ട്. അതുകൊണ്ട് അവിടെ 2 പേരെ ഒരുക്കി ഈ മാസം 31-ാം തീയതി അവരെ സ്നാനപ്പെടുത്തും. അപ്പൊ മരണത്തിന്റെ കിടക്കയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റപ്പോഴും 2 ആത്മാവിന് വേണ്ടി ഞാൻ പ്രയത്നിച്ചു. ദൈവങ്ങളെ, അതുകൊണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ ഇറങ്ങിയ സഹോദരിമാരെ, പ്രാർത്ഥിക്കാൻ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയ സഹോദരിമാരെ, മടിയോടെ ഭവനത്തിൽ ഇരിക്കരുത് കേട്ടോ. നീ അറിയുന്നില്ല നിന്റെ നാളെ എന്താണെന്ന്. നാളെ നിനക്കുള്ളതല്ല, അത് കർത്താവിനുള്ളതാണ്. അതുകൊണ്ട് നാളെ എന്താകുമെന്ന് നീ അറിയത്തില്ല. പക്ഷെ നീ കിടക്കേണ്ട വന്നാൽ നമ്മുടെ 6 ചോദിച്ച രാത്രി കൊണ്ട് കളം താഴെ വീഴും അല്ലേ? ഇത് നമ്മുടെ മധ്യ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ മാതാവിനെ മുമ്പോട്ട് വിളിച്ചത്. നമ്മുടെ മുമ്പിലായിരിക്കുന്ന കർത്താവിന്റെ കൃപയാണ്, ഒത്തിരി പേരുടെ പ്രാർത്ഥനയാണ്. ആ മാതാവ് നമ്മുടെ നടുവിൽ ആയിരിക്കുന്നത്. മരിച്ചു പോയെന്ന് കൊച്ചുവൻ വിളിച്ച എന്നോട് പറഞ്ഞത് മാത്രമേ മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞ് മരണത്തിലേക്ക് പോയെന്ന്. പക്ഷെ ഇന്ന് നമ്മുടെ നടുവിലായിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ കരമാണ് കർത്താവിന്റെ മക്കളെ. അതുകൊണ്ട് നഷ്ടബോധം നമുക്ക് ഉണ്ടാകരുത്. മരണത്തിന്റെ കടലിൽ കിടക്കുമ്പോഴും നീ പറയണം, എനിക്കൊരു നഷ്ടബോധവും ഇല്ല, ഞാൻ കർത്താവിന് വേണ്ടി ഓടി അധ്വാനിച്ചു, നല്ല പോലെ പൊരുതി എന്ന് പറയാൻ കാരണം ഇവിടെ കിടന്ന് മകടിച്ച്, ഇവിടെ കിടന്ന് വീടി വലിച്ച്, ഇവിടെ കിടന്ന് പൊടിയിട്ട്, ഇവിടെ കിടന്ന് മുറുക്കാൻ മുറുക്കി, ഇവിടെ കിടന്ന് അവനെ അടിച്ചു മാറ്റി ഇവനെ അടിച്ചു മാറ്റി കാശുണ്ടാക്കി നമ്മൾ വെച്ചിട്ട് നഷ്ടപ്പെട്ട ഒരു ദിവസം കരയുമ്പോൾ മാഷന്മാര് പറയും അല്ലേ? മാഷന്മാര് പറയും എന്നാ പറയുന്നത്? ഇപ്പൊ സഭയിലെ വിശ്വാസി മരിച്ചാൽ ഏതെങ്കിലും മാഷ് പറയും ഇവർ ഇന്നലെ വരെ കൊള്ളയമേ നടന്നതാണ് പറയൂ? സഹോദര, കർത്താവ് 2ാമത് വന്ന് ചേർക്കുമ്പോൾ പുള്ളിയെ പ്രാർത്ഥിക്കും. ചേർക്കുമ്പോൾ ഈ സഹോദരനെയും നമുക്ക് അവിടെ കാണാം. എവിടെ കാണാം? ലാസർ കിടന്നിടത്ത് അല്ല പുള്ളി കിടക്കുന്നത്, തരമാൻ കിടന്നിടത്ത് കാണാനാ പുള്ളി പറഞ്ഞത്. അങ്ങനെ വർദ്ധിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ മനസ്സാക്ഷിയിൽ നീ പറയണം, ഞാൻ ഇന്ന് മരിച്ചാലും ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. അതൊരു പാസ്റ്റർക്ക് പറയാൻ പറ്റിയല്ല, ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റിയല്ല. നീ പറയണം, ഞാൻ ഇന്ന് മരിച്ചാൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമെന്ന്. ആ പ്രാഗൽഭ്യം നമുക്കാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ദൈവങ്ങളെ, ലഭിക്കുന്ന സമയം കർത്താവിന് വേണ്ടി സമയം കൊടുക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ ഇനിയും 2 മാസം നിങ്ങളുടെ അറിവിലില്ല. നിങ്ങൾ പുറകോട്ട് പോകരുതേ, നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുക. ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ സമയം കൊടുക്കുക. ഞാൻ ചില സഹോദരന്മാരെ ഇന്ന് പകൽക്കാലം ഞാൻ അവരെ ദൈവനാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക. കാരണം വെള്ളിയാഴ്ച പ്രാർത്ഥന മുടക്കാത്ത സഹോദരന്മാരെ എനിക്ക് ഇഷ്ടം. 1 നമ്മുടെ സിംഹാസോദരൻ, 2 നമ്മുടെ ഗംഗാര സഹോദരൻ, 3 ഞാൻ ഉള്ളപ്പം കടക്കടയ്ക്ക് മുങ്ങിക്കൊണ്ടിരുന്ന വിൽസൺ ഞാൻ ഇല്ലാത്തപ്പം വരാൻ തുടങ്ങി. അവരുടെ കൂടി കുറച്ച് സൗകര്യമാനില്ല. നിങ്ങളെ ദൈവം മാനിക്കട്ടെ. കാരണം നിങ്ങൾ കർത്താവിനോട് സമയം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും, അത് ഉറപ്പാണ്. നിങ്ങൾ കർത്താവ് മാനിക്കും. വെള്ളിയാഴ്ച പാസ്റ്റർ ഇല്ലെങ്കിലും പാസ്റ്ററെ കണ്ടാണോ നിങ്ങൾ ഇറങ്ങിയത്? നിങ്ങൾ വിളിച്ചത് ആരാ? പാസ്റ്ററാണോ? ഞാനൊരു ആയുധമായി മാത്രം നിങ്ങൾ അറിവിൽ നിന്നു. എല്ലാ പ്രൊഫസറാ സ്വർഗമാണ്. അവൻ പാസ്റ്റർ ഇല്ലെങ്കിലും അവൻ ഇവിടെ ഉണ്ട് അല്ലേ? ഞാൻ പോയാലും അവൻ പോയില്ല. ആ പിരിയാത്ത സാന്നിധ്യം എന്ന് നിങ്ങൾ 2 or 3 പേർ അവന്റെ നാമത്തിൽ കൂടി വരുന്നു, അവരുടെ മധ്യ അവനുണ്ട്. അതുകൊണ്ട് പാസ്റ്റർ ഇല്ലെങ്കിലും സ്വർഗം നിങ്ങളുടെ അറിവിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രസാദിക്കേണ്ട പാസ്റ്ററല്ല. ഇന്ന് ആരോ കയറി വന്നപ്പോൾ പറഞ്ഞു ഇന്ന് ഫുള്ളാണല്ലോ. ആരാ പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ പിന്നെ വേളാങ്കണ്ണി സൗകര്യം പറഞ്ഞു ഇന്ന് ഫുള്ളാണല്ലോ. തോന്നണം ദൈവങ്ങളെ, പാസ്റ്റർ നിങ്ങൾ എന്നെ കാണാൻ വന്നതിലല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഞാൻ ഉള്ളപ്പം ഫുള്ളായിട്ട് വരുന്നതല്ല എനിക്ക് സന്തോഷം. ഞാൻ ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഫുള്ളായിരിക്കണം. കാരണം എന്നെ അല്ല നിങ്ങൾ ആരാധിക്കുന്നത്, ഞാൻ സേവിക്കുന്ന, ഞാൻ കാണിച്ചു തന്ന ഒരു നല്ല നാഥനെ ആരാധിക്കാനാണ് നിങ്ങൾ കൂടി വരുന്നത്.
ഞാൻ മരിച്ചാലും നിങ്ങൾ അവനെ ആരാധിക്കും. അതുകൊണ്ട് എന്നെ നോക്കരുത്. ഞാൻ ജീവനോടെ ശേഷിക്കണ്ടേ എന്ന് കർത്താവ് തീരുമാനിക്കും. അതുകൊണ്ട് എന്നെയല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളെ കാണിച്ചു തന്ന, ഞാൻ കാണിച്ചു തന്ന യേശുവുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധം ഉണ്ടാകട്ടെ. അവനെ മുറുകെ പിടിക്കട്ടെ. ഒറ്റ പ്രാർത്ഥന പോലും മുടക്കാതെ പണം ഉണ്ടാക്കി വെച്ചിട്ട് എന്താ അറിയാം മക്കളെ കാര്യം? ലക്ഷങ്ങൾ 40 ലക്ഷം ഉണ്ടായാലും ഞാൻ രക്ഷപ്പെടത്തില്ല. അതെനിക്ക് ഉറപ്പാണ്. കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 31 വയസ്സുകാരൻ മരിച്ചിട്ടുണ്ട്. പൈസ ഉണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റിന് പോയിട്ട് 31 വയസ്സുകാരൻ മരിച്ചു. ഇവരുടെ അനിയത്തിയുടെ ഭർത്താവിന്റെ പെങ്ങളുടെ മോൻ 31 വയസ്സുകാരനാണ്. ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ട്രാൻസ്പ്ലാന്റിന് വിധേയനായി 14 ലക്ഷം രൂപ മുടക്കി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. പുള്ളി മരിച്ചുപോയി. അതുകൊണ്ട് ഈ മനുഷ്യനുണ്ടാക്കിയ സംവിധാനങ്ങളൊന്നും ക്യാൻസറിന് പര്യാപ്തമല്ല. അപ്പൊ ഇതല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ മണം പറയും. അതുകൊണ്ട് എന്നെയല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ കർത്താവിനെ. അവൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും മാറത്തില്ല. മനുഷ്യനൊക്കെ മാറിപ്പോകും. നമ്മളെല്ലാം മാറുന്നവരാണ്. മാറാത്ത ഒരുവനുണ്ടെങ്കിൽ അതെന്റെ അപ്പനാണ്. അവൻ എന്നിലും നിങ്ങളിൽ മാറാതെ നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ ആഴ്ചകളിലും വന്ന് കർത്താവിനെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജോലിയല്ല വലുത്, സമ്പാദ്യമല്ല വലുത്. സമ്പാദ്യങ്ങളൊന്നും നമ്മുടെ ഒരു രോഗം വന്നാൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു രോഗം വന്നാൽ ഈ സമ്പാദ്യങ്ങളൊന്നും നമ്മളെ രക്ഷിക്കണം. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്ന ഒരു തന്നെ ഉള്ളൂ. ഇന്ന് ഐസിയുവിൽ നിന്ന് മരിച്ചു പോകുന്ന ഡോക്ടർമാർ വിധി എഴുതിയിട്ടും നിങ്ങളുടെ മുമ്പിൽ സാക്ഷി പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ഉടയവന്റെ കൃപയാണ്. മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്റെ കുടുംബത്തിന് വേണ്ടി കരുതി. എല്ലാ ആഴ്ചകളിലും എന്റെ ചെലവിന് വേണ്ടി നിങ്ങൾ ദശാംശമായിട്ട് അയച്ചു തരുന്ന എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കാരണം ഞങ്ങൾ അവിടെ വളരെ ബുദ്ധിമുട്ടോടെ കഴിഞ്ഞു പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പലരും ഞങ്ങളെ സ്നേഹിച്ചു, മാനിച്ചു. നിങ്ങളെല്ലാം ദൈവം മാനിക്കട്ടെ. ഞാൻ പലപ്പോഴും ഓർത്തു, ഈ സഭയിൽ നിന്ന് ഒരു 10,000 രൂപ തരാൻ ഒരു വിശ്വാസിക്കും കഴിയുമെന്ന് ഞാൻ ഓർത്തിയല്ല. എന്നാൽ 2-3 പേര് 10,000 രൂപ വീതം തന്നെ സഹായിച്ചു. അതുപോലെ ആവുന്ന നിങ്ങളൊക്കെ സഹായിച്ചു. നിങ്ങളൊക്കെ ദൈവം മാനിക്കട്ടെ. ദൈവങ്ങളെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഞാൻ ഓർത്ത് നിങ്ങളെല്ലാം എന്നെ കൈവിടുമെന്ന് ഓർത്ത്. ഒരിക്കൽ ഞാൻ നിങ്ങളെല്ലാം ചേർത്ത് പിടിച്ചു. പക്ഷെ ഞാൻ രോഗിയായപ്പോൾ നിങ്ങളെല്ലാം എന്നെ കൈവിടുമെന്ന് ഞാൻ ഓർത്തേ. അങ്ങനെയാണല്ലോ സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആ സ്നേഹത്തെ ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ എന്നെ കൈവിടാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി നിങ്ങളെ കഴിയുവോളം നിങ്ങൾ തന്നെ അയച്ചുകയും ചെയ്തു. നിങ്ങളെ കർത്താവ് ധാരാളമായി മാനിക്കട്ടെ. നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി തരാൻ നിവൃത്തിയില്ലാത്ത ഒരു ഭാരപ്പെടണ്ട. നിങ്ങളെ ദൈവം മാനിക്കും. അതുകൊണ്ട് തന്നവരെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഞാൻ അങ്ങനെ പറയുന്ന ആളല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പോലും നിങ്ങൾ എനിക്ക് നന്മ അയച്ചു തരുന്നു. ഇന്നും നിങ്ങൾ എല്ലാ ആഴ്ചയും എനിക്ക് നന്മ അയച്ചു തരുന്നുണ്ട്. നിങ്ങളെ ദൈവം മാനിക്കട്ടെ. കാരണം എന്റെ ഇല്ലായ്മകളിൽ, എന്റെ പ്രതികൂലങ്ങളിൽ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ നിങ്ങൾ അയച്ചു തന്ന ആ നല്ല യാഗമായിരുന്നു എന്റെ സന്തോഷം. കാരണം ഞാൻ ഓരോ ദിവസം മുമ്പോട്ട് പോകുന്നത് വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ഇന്ന് കർത്താവ് എന്നെ എല്ലാത്തിനും മാനിച്ചു ചെയ്യുന്നത്. ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ആര് സഹായിക്കും? ഞാൻ അവിടെ ചോദിക്കില്ല. പൈസ ഞാൻ അവിടെ ചോദിക്കില്ല. ഇന്ന് വരെ ഒരു സംഘടനക്കാരനെ വിളിച്ചാൽ ചോദിച്ചിട്ടില്ല. ഒരാളോടും എന്നെ സഹായിക്കാൻ പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടില്ല. അത് ഞാൻ മരിച്ചാലും ഞാൻ ചെയ്തില്ല. മരിക്കേണ്ടി വന്നാലും ഒരുത്തന്റെ കാല് പിടിച്ച് അയ്യോ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ സേവിക്കുന്നവനെ പ്രസംഗിച്ചത് അങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ കാല് പിടിക്കരുത്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ 10,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ആശ്രയിക്കരുത്. ഒരുത്തനെ മുമ്പ് പോയി കൈനിട്ടരുത്. ഒരുത്തനോടും നിങ്ങൾ ഒന്നും ആവശ്യപ്പെടരുത്. നിങ്ങളുടെ ഉടയവനോട് മാത്രമേ ആവശ്യപ്പെടാൻ പാടുള്ളൂ. അത് ഇന്ന് ഞാൻ പാലിക്കുക. ഒറ്റ മനുഷ്യനോട് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് രോഗമാണ്, എന്നെ സഹായിക്കണം, എന്റെ മോൻ പഠിക്കുന്നുണ്ട്, എന്റെ മോനെ സഹായിക്കണം. പക്ഷേ ഞാൻ എന്റെ അപ്പനോട് രാത്രിയും പകലും കരയും. അപ്പൊ നിന്റെ വേല ചെയ്തിട്ട് എന്റെ കുഞ്ഞിനെ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായാൽ എനിക്ക് വിഷമമാണ്. അപ്പം പറഞ്ഞു, മോനെ ഒന്നും ഭാരപ്പെടണ്ട. നിന്റെ കുഞ്ഞിന്റെ പഠനത്തിന് ആവശ്യമായ നന്മ അവനെ ഒരു രാത്രി ഒരിക്കലും എന്റെ മോനോട് ഞാൻ അയച്ചു കിടക്കുമ്പോൾ എന്റെ മോൻ പുറത്തുനിന്ന് കരയുക. പഠിക്കാൻ പോകരുന്നില്ല. കാരണം പൈസ അവിടെ ചെലവായിപ്പോയി. അപ്പൊ അപ്പനെ ഇങ്ങനെ ആയിപ്പോയി, വലിയ രോഗമാണ്, എന്നാ ചെയ്യും? അവൻ നിന്ന് കരയുക. അപ്പൊ എന്റെ മോനെ കാണുമ്പോൾ അവൻ കരയും. കരയുക. അപ്പൊ എന്റെ മുമ്പിൽ അവൻ കരയുന്നില്ല. അപ്പൊ ഇവൻ അവനെ പടം പറയാം, അപ്പനും കടന്നോടാ നീ പഠിക്കാൻ വന്നാലും പറയാൻ ഒരു വർഷം പോട്ടെ. അപ്പൊ ഞാനും അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഈ ഒരു വർഷം പോട്ടെ, ഈ വർഷം പഠിക്കണ്ട. ഇവൻ ചോറ് കഴിക്കുന്നത് നിർത്തി, കുറച്ച് ചോറ് കഴിക്കും, ചോറ് തിന്നുന്നില്ല, പുറത്തു പോയിരുന്ന് കരയുക,
പുള്ളി മുറപ്പായിട്ടിരിക്കുക. അന്ന് രാത്രി എനിക്ക് രോഗം ബാധിക്കുക. കാരണം നിങ്ങൾക്കറിയാലോ, നമ്മുടെ കുടുംബകാര്യം ക്രമത്തിലാക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ വലിയ സങ്കടപ്പെട്ടു പോകും. ഞാനന്ന് രാത്രി ഒത്തിരി കരഞ്ഞു കർത്താവിന്റെ മുമ്പിൽ. ദൈവമേ, എൻ്റെ മോന് ഇങ്ങനൊരു അവസ്ഥ വന്നു, ഞാൻ എന്ത് ചെയ്യും? കർത്താവ് എന്നോട് വ്യക്തമായി ഇടപെട്ടു. കർത്താവ് പറഞ്ഞു, നിന്റെ മോനെ നാളെ രാവിലെ പറഞ്ഞേക്കാം, അവരുടെ കാര്യം ഞാൻ നോക്കും. മക്കളെ, ഞാൻ രാവിലെ എന്നിട്ട് എൻ്റെ മോളോട് പറഞ്ഞു, എടാ നീ ആ കോളേജിൽ വിളിക്കുക, ഇവരെ പറഞ്ഞിടാൻ പറഞ്ഞു. 50,000 രൂപ കെട്ടി കോളേജിൽ പറഞ്ഞു കൊടുത്തു. ഈ മക്കളെ, ഇന്ന് അവന് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി. കാരണം അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. എത്ര അവനെ മൗഢ്യപ്പെടുത്തിയാലും തീരത്തില്ല. അവനാർക്കും കടക്കാരനല്ല. അവന്റെ വേല ചെയ്ത് ഞാൻ ഒന്നും നേടിയില്ലെങ്കിലും എന്റെ ആവശ്യങ്ങളിലെല്ലാം അവൻ കൂടെ ഇരുന്നു. തുടർന്ന് മാത്രമല്ല കേട്ടോ, ഞാൻ നമ്മുടെ അച്ചായൻ എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയും, പക്ഷേ ഞങ്ങൾ സഭയായിട്ട് ശക്തമായി പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പാസ്റ്ററുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മക്കളെ, ആ പ്രാർത്ഥന ഉയർത്തിച്ചിരുന്നു. ഒരു 10 ദിവസം കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ 1-ാം കാവലും 2-ാം കാവലും കടന്ന് അപ്പുറം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് മലയാളിയുടെ നടുവിൽ സുഖമായി ഉറങ്ങുമ്പോഴും പത്രോസിനറിയാം, ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിടുവിക്കും. എന്നാൽ പത്രോസ് സുഖമായി ഉറങ്ങുമ്പോഴും പത്രോസിന് മരിക്കാൻ പേടിയില്ല. പക്ഷേ ദൈവങ്ങളെ, സഭക്കാര് പറഞ്ഞു, പത്രോസിനെ അങ്ങനെ മരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അന്ന് രാത്രി മുഴുവൻ സഭ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് വചനം പറയുന്നത്, സഭയുടെ സത്യേറിയ പ്രാർത്ഥന. പത്രോസിനെ തിരിച്ച് അവരുടെ മുമ്പിൽ എത്തിക്കാനിടയായിരുന്നു. അതുപോലെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഈ ലാസ്റ്റ് പ്രസംഗമായിരിക്കാം, ആയിക്കോട്ടെ, എങ്കിലും നിങ്ങളുടെ മുമ്പിൽ വന്നോ, നിങ്ങളുടെ പ്രാർത്ഥന പ്രകാരം നിങ്ങളുടെ ദൈവദാസൻ നിങ്ങളുടെ മുമ്പിൽ വന്നു. ദൈവങ്ങളെ, കർത്താവിന്റെ കൃപയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്. സഭയുടെ സത്യേറിയ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട് കർത്താവിന്റെ മക്കളെ. ആ പ്രാർത്ഥനയാണ് ഇന്ന് എന്നെ നിങ്ങളുടെ മുമ്പിൽ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവം ആർക്കും കടക്കാരനല്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ കഴിയുന്ന ഇതുപോലെ നല്ലൊരു നാളൻ വേറെ ഇല്ല കേട്ടോ മക്കളെ. അതുകൊണ്ട് നിങ്ങൾ അവനെ പ്രത്യാശ വെക്കുക, അവനെ ആരാധിക്കുക, അവനെ മഹത്വപ്പെടുത്തുക, അവനോട് കൂടെ ജീവിക്കുക. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.